ഇഡി അടിമുടി മാറുകയാണ്. വിരലെണ്ണാവുന്ന ഉദ്യോഗസ്ഥന്മാർ മാത്രം റെയ്ഡ് ചെയ്ത സ്ഥാനത്തേക്ക് ഇപ്പോഴും വലിയ സന്നാഹവുമായി തന്നെ ഇഡി എത്തിത്തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. കാരണം സമീപകാലത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ ഇഡി ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ വധശ്രമം ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ നടന്നു. ഒരു പശ്ചിമ ബംഗാളിലും മറ്റുമൊക്കെ വലിയ ജനക്കൂട്ടത്തെ കൂട്ടിക്കൊണ്ട് ഈ അക്രമകാരികൾ ഇഡി ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇഡി ഓഫീസുകളിലെല്ലാം ഇനി മുതൽ CISFന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുണ്ടാകും. ഒപ്പം തന്നെ ഇഡിയുടെ റെയ്ഡുകളിലും അന്വേഷണങ്ങളിലും എല്ലാം അർദ്ധ സൈനിക വിഭാഗവും ഇഡിക്ക് ഒപ്പം ഉണ്ടാകും. ഇതിൻ്റെ തുടക്കം എന്ന നിലയിൽ കൊൽക്കത്ത, റാഞ്ചി, റായ്പൂർ, മുംബൈ, ജലന്ധർ, ജയ്പൂർ, കൊച്ചി എന്നിവിടങ്ങളിലെല്ലാം നിലവിൽ ഈ CISFനെ വിന്യസിക്കും. ഒപ്പം തന്നെ റെയ്ഡുകളും അന്വേഷണത്തിനും മറ്റും പോകുമ്പോൾ ഈ അർദ്ധസൈനിക വിഭാഗത്തെ കൂടി ഇഡി ഉദ്യോഗസ്ഥന്മാർക്കൊപ്പം ഉണ്ടാവുക തന്നെ ചെയ്യും. കാരണം പശ്ചിമ ബംഗാളിലൊക്കെ സമീപകാലത്ത് പല റെയ്ഡുകൾ CBIക്കും ഇഡിക്കും എതിരായൊക്കെയുള്ള റെയ്ഡുകൾ നടന്നു പോകുമ്പോൾ ഈ CBIക്കും ഇഡിക്കും ഒക്കെ എതിരായി ഗുണ്ടകളെ സംഘടിപ്പിച്ചുകൊണ്ട് വന്ന് ബോംബേർ ഉൾപ്പെടെയുള്ള അവരെ കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വരെ നടത്തുന്ന ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് നൽകിയത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവർക്ക് അന്വേഷണത്തിനും റെയ്ഡിനും മറ്റും പോകുമ്പോൾ അർദ്ധസൈനിക വിഭാഗത്തിൻ്റെ സംരക്ഷണം ഒരുക്കാൻ തീരുമാനമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇഡി ഓഫീസുകൾ സ്ഥിരമായി തന്നെ CISFന്റെ സുരക്ഷാ കവചവും ഉണ്ടാകും. ന്യൂസ് ഡെസ്ക്, മുസ്ലിം മലയാളം.